നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ വാരഫലം, ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ 29 ബുധനാഴ്ച മുതലുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാം ഈ ഒരു ശുഭാശുഭ ഫല ചർച്ച ചെയ്യുമ്പോൾ മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല. ഇടവൻ രാശിയിൽ ചൊവ്വ, മിഥുനത്തിൽ ബുധൻ, കർക്കിടകത്തിൽ സൂര്യനും വ്യാഴവും, ചിങ്ങത്തിൽ ശുക്രനും കേതുവും, മകരത്തിൽ ചന്ദ്രനും, കുംഭത്തിൽ രാഹുവും, മീനത്തിൽ ശനിയുമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുമ്പോൾ അതെപ്രകാരം ഓരോ രാശിക്കാർക്കും അവരുടെ രാശിക്ക് അനുസൃതമായ ഫലത്തെ, ശുഭാശുഭ ഫലത്തെ പ്രദാനം ചെയ്യുന്ന ചർച്ചയാണ് നാം ചെയ്യുന്നത്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ ചൊവ്വ, 3-ാം ഭാവത്തിൽ ബുധൻ, 4-ാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം, 5-ാം ഭാവത്തിൽ ശുക്രൻ കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ മകരത്തിൽ, 11-ൽ കുംഭത്തിൽ രാഹു, 12-ൽ ശനി. മീനത്തിലാകുന്നു ശനി. സ്വാഭാവികമായും മേടൻ രാശിക്കാർക്ക് 7.5 ശനി കാലമാണ്, എല്ലാവർക്കും അറിയാം. ആ ശനി വക്രിയിലേക്ക് വരികയാണ്. അത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം വളരെയധികം മാറ്റങ്ങൾ പ്രദാനം ചെയ്യും. സ്വതവേ മേടൻ രാശിക്കാർക്ക് അവരുടെ കർമ്മം, തൊഴിൽ ചിന്തിക്കാനുന്ന ഗ്രഹം ശനി, അവരുടെ ലാഭം ചിന്തിക്കാനുന്ന ഗ്രഹം ഇതേ ശനി, കുംഭത്തിൻ്റെയും മകരത്തിൻ്റെയും അധിപനായ ശനി, 10-11 ഭാവങ്ങളുടെ ആധിപത്യമുള്ള ശനി, ഏറ്റവും ദുർബലമായി 7.5 ശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് മേടൻ രാശിക്കാർക്ക്. അവർക്കൊരാശ്വാസം, അവർക്ക് ഒരു സമാശ്വാസം തരും ഈ ശനിയുടെ വക്രസ്ഥിതി എന്ന് ആദ്യം പറയട്ടെ. ഇവിടെ മേടൻ രാശിക്കാർക്ക് കർമ്മസ്ഥാനത്ത് ചന്ദ്രനുണ്ട്. പലപ്പോഴും ഗൃഹചിന്ത വളരെ അനുകൂലമായി വരുന്ന സമയമാണ്. പൂർവികമായ സ്വത്ത്, അത് പിതാവിൻ്റേതായാലും മാതാവിൻ്റേതായാലും അത് ലഭിച്ച് അല്ലെങ്കിൽ ഭൂമി വാങ്ങി ഒരു ഗൃഹനിർമ്മാണ പദ്ധതിക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയവും കൂടിയാണ് ഈ ഒരു വാരമുള്ളത്. അതിനാൽ ഭൂമി വാങ്ങാനോ അല്ലെങ്കിൽ ഇനിയിപ്പം ചിങ്ങമാസത്തിൽ പുതിയ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം, കട്ടിലവെപ്പ് മുതലായ കർമ്മങ്ങൾക്ക് എല്ലാം തന്നെ വളരെ അനുകൂല സ്ഥിതി സംജാതമാക്കി തീരുന്ന വാരമാണിതെന്നറിയുക. ഇവിടെ 3-ൽ ബുധനും പല പുതിയ വ്യാപാര ബന്ധങ്ങളുണ്ടാവുക, അതിലൂടെ വളരുക. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഏത് മേഖലയായാലും തൻ്റെ നാവ് തനിക്കൊരു പാരയാകാൻ പാടില്ല. നാവ് കൊണ്ട്, വാക്കുകൊണ്ട് അപകടം വരും. 2-ൽ ചൊവ്വ വരുമ്പോഴാണ് വാക്ക് തന്നെ ശത്രുവായിട്ട് ഭവിക്കും. അതിനാൽ വളരെ ഉത്സാഹിച്ച് നേടുന്ന പല കാര്യങ്ങളും അവസാനത്തെ ഒരു വാക്കിലൂടെ നഷ്ടപ്പെട്ടു പോകാതെ നോക്കേണ്ടത് മേടൻ രാശിക്കാരുടെ ആവശ്യമാണ്. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ശനിപ്രീതി എന്നത് വളരെ നല്ലതാണ്. 7.5 ശനിയുള്ളതിനാൽ ഓം ശം ശനീശ്വരായ നമഃ. ശനീശ്വര ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ, മുത്തപ്പ ക്ഷേത്രത്തിൽ ശനീശ്വരൻ്റെ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ അനുകൂലമായി ഭവിക്കുന്നതാണ്. നന്ദി, നമസ്തേ.